കൊടുങ്ങല്ലൂർ ഭഗവതിയെ സംബന്ധിക്കുന്ന ഐതിഹ്യമാണ് കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞത്. അത് എല്ലാവരും കേട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി ക്ഷേത്രത്തിലെ ആചാരത്തിൻ്റെ ഭാഗമായുള്ള വഴിപാടുകളെക്കുറിച്ചും ക്ഷേത്ര ഉത്സവങ്ങളെപ്പറ്റിയും നമുക്ക് നോക്കാം. കുരുമുളക്, മഞ്ഞൾപ്പൊടി എന്നിവ രോഗശമനത്തിനും ദുരിതനാശത്തിനും വേണ്ടിയുള്ള പ്രധാന വഴിപാടായി നടത്തപ്പെടുന്നു. കടുംപായസം, ഒറ്റയപ്പം, നെയ്വിളക്ക്, കുങ്കുമാഭിഷേകം, മഞ്ഞളഭിഷേകം എന്നിവയും ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടായി നടത്തപ്പെടുന്നു. ഗുരുസി, പുഷ്പാഞ്ജലി, രക്തപുഷ്പാഞ്ജലി, ശത്രുസംഹാര പുഷ്പാഞ്ജലി, മഹിഷാസുര മർദിനി പുഷ്പാഞ്ജലി, ശ്രീസൂക്ത പുഷ്പാഞ്ജലി, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, കുങ്കുമാർച്ചന എന്നിവയും പ്രധാന വഴിപാടായി ഉൾപ്പെടുത്തുന്നുണ്ട്. തെച്ചിപ്പൂമാല, ചെമ്പട്ടു സമർപ്പണം, ചുവന്ന പൂക്കൾ സമർപ്പിക്കുക എന്നിവയും ഇവിടെ പ്രധാന വഴിപാടാണ്. പട്ടും താലിയും നടക്കി വയ്ക്കുന്നത് വിവാഹ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്ന് കരുതപ്പെടുന്നു. താലപ്പൊലി ഉത്സവവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സുവാസിനി പൂജയാണ് മറ്റൊന്ന്. പ്രധാനപ്പെട്ട മറ്റൊന്ന് വെടി വഴിപാടാണ്. വലിയ വെടി, ചെറിയ വെടി എന്നിങ്ങനെ രണ്ടു തരം വഴിപാടുകൾ ഉണ്ട്. ഗുരുതിയാണ് മറ്റൊരു വഴിപാട്. ശത്രുദോഷത്തിനും മാനസിക പ്രശ്നങ്ങൾക്കും പരിഹാരമായി ചെയ്യുന്ന വഴിപാടാണ് ഗുരുസി. ഈ വഴിപാട് നടത്തപ്പെടുന്നത് വസൂരിമാലയുടെ ക്ഷേത്രനടക്കിലാണ്. ഉഗ്രരൂപിണിയായ ദേവിയുടെ ഉഗ്രത വർദ്ധിക്കാതിരിക്കാനാണ് ഗുരുതി പൂജ നടത്തിയിരുന്നതെന്ന് മറ്റൊരു വിശ്വാസമാണ്. ധനുമാസത്തിലെ മണ്ഡലകാലങ്ങളിലും മീനഭരണിക്ക് തുടക്കം കുറിക്കുന്നത് തൊട്ട് ക്ഷേത്രനട തുറക്കം വരെ ഗുരുതി വഴിപാട് നടത്താറില്ല. വസൂരിമാലയ്ക്ക് മഞ്ഞൾപ്പൊടി ആടിക്കലാണ് പ്രധാന വഴിപാട്. ഒരു പ്രാവശ്യം ആടിച്ച പൊടി വീണ്ടും ആടിക്കാൻ ഉപയോഗിക്കാറുണ്ട്. ക്ഷേത്രപാലകന് പ്രധാന വഴിപാട് ചമയമാണ്. 101 നാളികേരം ഉടയ്ക്കലും 101 വസ്ത്രം ഉടുപ്പിക്കലും ഇതിൽപ്പെടും. ക്ഷേത്രപാലകനുള്ള മറ്റൊരു വഴിപാട് പുളിഞ്ചാമൃതമാണ്. തവിട്ടാട് മുത്തിക്കുള്ള പ്രധാന വഴിപാട് തവിടാടിക്കലാണ്. അതിനുള്ള അവകാശം പത്മശാലിക്കാർക്കാണ്. ശ്വാസകോശ സംബന്ധിയായ അസുഖങ്ങൾ മാറിക്കിട്ടും എന്നാണ് വിശ്വാസം. കദളിപ്പഴം, തേമധുരം എന്നീ നിവേദ്യങ്ങളും വിശേഷപ്പെട്ടതാണ്. തണ്ണീരാമൃതം അത്താഴ പൂജയ്ക്ക് ശേഷം മാത്രം നിവേദിക്കുന്നതാണ്. അപ്പം വഴിപാട് എത്രയുണ്ടായാലും അത് മുഴുവൻ ശ്രീകോവിലിനകത്ത് നിവേദിക്കണം എന്നുള്ളതാണ് നിവേദ്യ രീതി. ചതുശതം നിവേദ്യം അഭീഷ്ടകാര്യസാധ്യത്തിന് ഉച്ചപൂജയ്ക്ക് നടത്തുന്നു. 101 നാഴി ഉണക്കലരി, 101 കദളി, 101 നാളികേരത്തിൻ്റെ പാല്, 101 ഫലം ശർക്കര എന്നിവയാണ് ചതുശതം നിവേദ്യത്തിൻ്റെ ഘടകങ്ങൾ. ദേവിക്ക് പട്ടുകളും നേർച്ചയായി നടത്താം. ക്ഷേത്രത്തിൻ്റെ വെബ്സൈറ്റിൽ അവിടെ നടക്കുന്ന പൂജകളുടെ ലിസ്റ്റും അതിനു വേണ്ടി വരുന്ന ചെലവും വിശദമായി കൊടുത്തിട്ടുണ്ട്. അത് നോക്കി ഭക്തർക്ക് മുൻകൂട്ടി ഓരോ വഴിപാടും അവരവരുടെ സമയം ക്രമം അനുസരിച്ച് ഓൺലൈനായി ബുക്ക് ചെയ്യാവുന്നതാണ്. ക്ഷേത്രപാലകനാണ് ആദ്യം വഴിപാട് നടത്തേണ്ടത്. ക്ഷേത്രപാലകന് എണവസ്ത്രം ചാർത്തുക എന്നത് വിശേഷപ്പെട്ട ഒരു വഴിപാടാണ്. അതുപോലെ വിശേഷപ്പെട്ടതാണ് പുളിഞ്ചാമൃതം വഴിപാട്. വലിയ ഗുരുതിയുള്ള ദിവസങ്ങളിൽ ക്ഷേത്രപാലകന് 108 വസ്ത്രങ്ങൾ കൊണ്ടുള്ള അലങ്കാരം പ്രധാനമാണ്. മലയാള മാസം 1-ാം തീയതി 108 കദളിപ്പഴം കൊണ്ടുള്ള മാല ക്ഷേത്രപാലകന് വിശേഷപ്പെട്ട വഴിപാടാണ്. ദോഷം തീരാൻ പ്രാർത്ഥിച്ച് 9 പ്രാവശ്യം പ്രദക്ഷിണം വയ്ക്കണം. അതിനുശേഷം നാളികേരം എറിഞ്ഞുടയ്ക്കുന്ന ഒരു ചടങ്ങുണ്ട്. പിന്നീടാണ് തവിട്ടുമുത്തിയുടെ അടുത്ത് വന്ന് തവിടാടിച്ചിട്ട് വസൂരിമാലയുടെ അടുത്ത് വന്ന് പൂജകൾ നടത്തേണ്ടത്. വസൂരിമാലയെ കണ്ട് തൊഴുത് വഴിപാട് നടത്തിയിട്ട് വീണ്ടും വടക്കേ നടക്കിൽ വന്ന് ദേവിയെ കണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മാത്രമേ ദേവീ ദർശനം പൂർണ്ണമാവുകയുള്ളൂ. ക്ഷേത്രത്തിലെ പ്രധാന വിശേഷങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. എല്ലാ മലയാള മാസം 1-ാം തീയതി വിശേഷപ്പെട്ട ദിവസങ്ങളാണ്. മകരമാസത്തിലെ താലപ്പൊലി മകരസംക്രമത്തിന് തുടങ്ങി 4 നാൾ
പൂർണ്ണമായും നീണ്ടു നിൽക്കുന്നതാണ് താലപ്പൊലി ആഘോഷം. ആദ്യകാലത്ത് ഇത് 7 ദിവസമായിരുന്നു. സംക്രമത്തിന് 1001 കഥനാവെടികളോടെയാണ് തുടക്കം. കുടുംബി സമുദായത്തിൻ്റെ ഏറ്റവും വിശേഷപ്പെട്ട ദിവസവും കൂടിയാണ് സംക്രമം. ഒന്നാം താലപ്പൊലി ദിവസം 9 ആനകൾ വീതമുള്ള എഴുന്നള്ളിപ്പുണ്ട്. രാത്രിയും പകലും ആയിട്ടാണ് ഇത് നടക്കുന്നത്. ഈ ദിവസങ്ങളിൽ മലയരന്മാരുൾപ്പെടെയുള്ള ഗോത്രവർഗക്കാർ അവരവരുടെ കാഴ്ചദ്രവ്യങ്ങളുമായി ക്ഷേത്രത്തിൽ വരുന്നു. ഒന്നാം താലപ്പൊലി ദിവസമായ അന്ന് സുഹാസിനി പൂജയും അവരുടെ അനുഷ്ഠാനത്തിൽ പെടും. ദീർഘനാൾ മാംഗല്യസിദ്ധിക്ക് വേണ്ടിയുള്ള പൂജാനുഷ്ഠാനങ്ങളോട് കൂടിയാണ് അത് നിർവഹിക്കുന്നത്. അതുപോലെ വിശേഷപ്പെട്ട ഒരു ദിവസമാണ് സംക്രാന്തി. കൊടുങ്ങല്ലൂർ 4 ദിവസം പകലും രാത്രിയും 9 ആനകൾ വീതമുള്ള എഴുന്നള്ളിപ്പ് ഉണ്ട്. എഴുന്നള്ളിപ്പ് നടത്തുന്നത് ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം 300 മീറ്റർ തെക്ക് ഭാഗത്തുള്ള ശ്രീകുരുമ്പ എന്നറിയപ്പെടുന്ന മേൽക്കൂരയില്ലാത്ത ഒരു ക്ഷേത്രമുണ്ട്. അവിടെ വെച്ചാണ്. അവിടെ മുതലാണ് എഴുന്നള്ളിപ്പ് ആരംഭിക്കുന്നത്. 4 ദിവസത്തെ എഴുന്നള്ളിപ്പോടെ താലപ്പൊലി മഹോത്സവം അവസാനിക്കും. എന്നാൽ നേരത്തെ പറഞ്ഞുവല്ലോ, മലയരന്മാർ തുടങ്ങിയ ഗോത്രവർഗക്കാർ അവരവരുടെ കാഴ്ചദ്രവ്യങ്ങളുമായി കൊടുങ്ങല്ലൂർ അമ്മയെ കാണാൻ വരുമെന്ന്. മലയിലുണ്ടാകുന്ന വിഭവങ്ങളെല്ലാം അവർ അമ്മയ്ക്ക് സമ്മാനിക്കും. അവരിൽ ഓരോ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കും കൊടുങ്ങല്ലൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഓരോ അവകാശങ്ങൾ ഉണ്ടായിരിക്കും. ആ ചടങ്ങുകളും അവകാശങ്ങളും സ്ഥാപിച്ചിട്ടാണ് അവർ മടങ്ങിപ്പോകുന്നത്. അതിനുശേഷം വരുന്നത് മീനമാസത്തിലെ ഭരണി ഉത്സവമാണ്. കുംഭമാസത്തിലെ ഭരണിക്ക് കൊടിയേറി മീനമാസത്തിലാണ് അവസാനിക്കുന്നത്. ചരിത്രപ്രസിദ്ധമായ കാവുതീണ്ടൽ എന്ന ചടങ്ങ് നടക്കുന്നത് മീനമാസത്തിലെ അശ്വതി നാളിലാണ്. ഭരണി നാളിലെ മഹോത്സവത്തെപ്പറ്റി ഇനി പ്രതിപാദിക്കാം. കുംഭമാസത്തിലെ ഭരണി നാളിൽ ക്ഷേത്രത്തിൽ കൊടി കയറ്റുന്നു. മറ്റു ക്ഷേത്രങ്ങളിലേതുപോലെ പ്രത്യേക ചടങ്ങുകളോടെയല്ല കൊടിയേറുന്നത്. ഇവിടെ പാലക്കൽ വേലയ്ക്ക് അവകാശികളായിട്ടുള്ളവരാണ് രാവിലെ കുളിച്ച് പട്ടുടുത്തു വന്ന് അതിനു മുൻപ് തലേ ദിവസം വലിയ തമ്പുരാൻ്റെ അടുത്ത് വന്ന് അനുവാദം വാങ്ങിയിട്ട് പവിഴമാലയൊക്കെ വാങ്ങി ധരിച്ചുകൊണ്ട് രാവിലെ ഏകദേശം 8 മണിയോടുകൂടി ക്ഷേത്രം 3 വലം വെച്ചിട്ട് പട്ടും താലിയും കൊണ്ടുവച്ച് പിന്നെ മണി കൊട്ടി പ്രദക്ഷിണം വെച്ച് പട്ടും താലിയും സമർപ്പിച്ച് ആ ചടങ്ങ് നിർവഹിക്കുന്നു. അന്നപ്പോൾ ക്ഷേത്ര കോമ്പൗണ്ടിൽ മറ്റാരും ഉണ്ടാകില്ല. അതിനുശേഷം മാത്രമാണ് ക്ഷേത്രത്തിൽ അഭിഷേകാദി പൂജകൾ നടത്തുന്നത്. കുംഭമാസത്തിലെ ഭരണിക്ക് കൊടിയേറുന്നതിനോട് അനുബന്ധിച്ചു തന്നെ കൊടുങ്ങല്ലൂരമ്മയുടെ ചൈതന്യം എവിടെയൊക്കെ ആരാധിക്കപ്പെടുന്നുണ്ടോ അവിടെയെല്ലാം അവരവരുടേതായ വ്രതാനുഷ്ഠാനങ്ങൾ തുടങ്ങിയിട്ടുണ്ടാവും. തുടർന്ന് ചെറുഭരണി കൊടിയേറുക എന്ന ചടങ്ങിൽ ആൽത്തറയിൽ അതിൻ്റെ അവകാശികൾ കൊടികൾ തൂക്കും. അതിനുശേഷം കോഴിക്കല്ല് മൂടുക എന്നൊരു ചടങ്ങാണ്. മീനമാസത്തിലെ തിരുവോണം നാളിലാണ് അത് നടക്കുക. അതിന് അവകാശികളായിട്ടുള്ള ഭഗവതി വീട്ടുകാർ ക്ഷേത്രത്തിന് മുന്നിൽ വന്ന് ദീപസ്തംഭത്തോട് ചേർന്നുള്ള വട്ടത്തിൽ ഉള്ള 2 കല്ലുകൾ വലിയൊരു കുഴിയുണ്ടാക്കി അതിലിട്ട് മണ്ണിട്ട് മൂടി ആ മണൽക്കൂനയുടെ മീതെ പട്ടുവിരിച്ച് കോഴിയെ സമർപ്പിക്കും. ആദ്യ കോഴിയെ സമർപ്പിക്കുന്നതിനുള്ള അവകാശം തച്ചോളി തറവാട്ടുകാർക്കാണ്. തച്ചോളി തറവാട്ടിലെ കോഴി ഹാജരുണ്ടോ എന്ന് 3 പ്രാവശ്യം വിളിച്ചു ചോദിക്കും. അപ്പോൾ അവരതിന് തയ്യാറായിട്ട് നിൽക്കുന്നുണ്ടാവും. അവർ കോഴിയെ സമർപ്പിക്കുന്നു. തുടർന്നുള്ള അവകാശികളും ഭക്തന്മാരുമെല്ലാം കോഴിയെ സമർപ്പിക്കുന്നു. തുടർന്ന് നാനാദേശങ്ങളിൽ നിന്നുള്ള ഭക്തർ കൊടുങ്ങല്ലൂരേക്ക് പ്രവഹിക്കുകയായി. ഓരോ ദേശത്തു നിന്നും പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഓരോ കോമരങ്ങൾ ഉണ്ടാവുക. മൂപ്പന്മാരും ഉണ്ടാകും. അവരുടെ എല്ലാം ആഭിമുഖ്യത്തിൽ സംഘമായിട്ടാണ് ശരണം വിളിച്ചുകൊണ്ട് ആളുകൾ കൊടുങ്ങല്ലൂർ എത്തിച്ചേരുന്നത്. അവർക്ക് അവരുടേതായ ആരാധനാ സമ്പ്രദായങ്ങൾ ഉണ്ടായിരിക്കും. അവർ കൊടുങ്ങല്ലൂരിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് അവരുടെ ക്ഷേത്രത്തിലോ തറവാട്ട് ക്ഷേത്രത്തിലോ കൗളമാർഗത്തിലുള്ള ആരാധനാക്രമങ്ങളൊക്കെ അനുഷ്ഠിച്ചതിന് ശേഷമായിരിക്കും അമ്മയെ കാണാൻ വരിക. എന്നാൽ ചിലർ കൊടുങ്ങല്ലൂർ ദർശനം നടത്തി തിരിച്ചെത്തിയതിന് ശേഷം ആണ് അവരുടെ ആചാരങ്ങൾ അല്ലെങ്കിൽ പൂജാക്രമങ്ങൾ നടത്തുന്നത്. ഓരോ വിഭാഗക്കാർക്കും അവരവരുടേതായ ആചാരക്രമമനുസരിച്ചാണ് ആചാരങ്ങൾ തുടർന്നു പോകുന്നത്. യഥാർത്ഥത്തിൽ അശ്വതി കാവ് തീണ്ടലിന് മുൻപായി നടക്കുന്ന ഒരു പൂജയുണ്ട്. അശ്വതി പൂജ എന്ന വിശേഷിപ്പിച്ചു വരുന്ന പൂജയാണത്. അതിന് ചന്ദനചാർത്ത് എന്നും ഒക്കെ പറയാറുണ്ട്. ഇത് ശുദ്ധ ശ്രീവിദ്യാ സമ്പ്രദായത്തിലുള്ള പൂജയാണ്. ആ പൂജ നടത്തുന്നതാകട്ടെ
3 മഠത്തിൽപ്പെട്ട മഠത്തിൽ മഠം, കുന്നത്തൂർ മഠം, നീലത്ത് മഠം, ഈ മഠങ്ങളിൽപ്പെട്ട കാരണവന്മാരായിട്ടുള്ള അടികൾമാർ ചേർന്നിട്ടാണ് ആ പൂജ നടത്തുന്നത്. അതിനുവേണ്ടി കുംഭഭരണി കൊടിയേറിയാൽ അന്ന് തൊട്ട് കൃത്യമായ വ്രതാനുഷ്ഠാനങ്ങൾ നിർവഹിച്ച ശേഷമാണ് ആ പൂജാകർമ്മം നിർവഹിക്കുന്നത്. കൊടുങ്ങല്ലൂർ ചൈതന്യമുള്ള ക്ഷേത്രങ്ങളിലെ എല്ലാ പൂജകൾക്കും ശേഷം അവിടുത്തെ ശക്തിയെ ആവാഹിച്ച് കൊടുങ്ങല്ലൂർ കൊണ്ടുവന്ന് ചൊരിയുകയാണ് എന്ന് നേരത്തെ പറഞ്ഞുവല്ലോ. അതിനുശേഷമാണ് അശ്വതി പൂജ തുടങ്ങുന്നത്. മീനഭരണി നടക്കുന്ന അന്നാണ് ദേവി ദാരിക നിഗ്രഹത്തിന് പുറപ്പെടുന്നത് എന്ന സങ്കല്പം. അതിനുശേഷം തിരുവോണം നക്ഷത്രത്തിലാണത്രേ ദേവി ദാരികനുമായിട്ടുള്ള നേരിട്ടുള്ള യുദ്ധം നടക്കുന്നത്. അന്ന് മുതലാണ് ദേവിയുടെ പടയാളികളായിട്ടുള്ള ആളുകൾ പ്രതീകാത്മകമായിട്ടുള്ള കോമരങ്ങളായും ഉള്ള വരവ്. കോഴിക്കല്ല് മൂടിയതിന് ശേഷം മാത്രമാണ് കോമരങ്ങളുടെ വരവ്. ഇവരെല്ലാം വന്നു കഴിഞ്ഞാൽ 2 ദിവസം തമ്പടിച്ച് അശ്വതി പൂജ കഴിഞ്ഞ് കാവം തീണ്ടലേക്കും കഴിഞ്ഞാണ് അവരവരുടെ സ്ഥലങ്ങളിലേക്ക് പോവുക. ശരിക്കും 1 മാസത്തോളമുള്ള വ്രതാനുഷ്ഠാനങ്ങളുടെ ഭാഗമായി അവർ സംഭരിച്ച ചൈതന്യവും കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിലെ പൂജാരിമാരുടെ പൂജയുടെ ഫലമായുള്ള ചൈതന്യവും പ്രത്യേകിച്ച് കാരണവന്മാരുടെ തപോബലവും ഇതെല്ലാം ഒന്നിച്ചു ചേരുന്ന മുഹൂർത്തത്തിലാണ് അശ്വതി പൂജ നടക്കുന്നത്. എന്താണ് അശ്വതി പൂജ എന്നറിയണം. മീനമാസത്തിലെ അശ്വതി നക്ഷത്രത്തിൽ നടത്തുന്നത് കൊണ്ടാണ് ഈ പൂജയ്ക്ക് അശ്വതി പൂജ എന്ന് പറയുന്നത്. ഈ പൂജാവിധാനങ്ങളാവട്ടെ പാരമ്പര്യമായിട്ട് രഹസ്യ സമ്പ്രദായത്തിൻ്റെ ഉപദേശം കിട്ടിയിട്ടുള്ള അടികൾമാർ നടത്തുന്ന കർമ്മത്തിൽ മാത്രമാണ് ഇന്നും അനുഷ്ഠിച്ചു പോകുന്നത്. അതീവ രഹസ്യമായി ചെയ്യേണ്ട പൂജാവിധാനമാണിത്. പണ്ട് ഭദ്രകാളി യാമത്തിലാണ് ഈ പൂജ നടത്തിയിരുന്നത്. അതായത് കൗള സമ്പ്രദായത്തിലെ 6 യാമങ്ങളായിട്ട് വിഭജിച്ച് ഉദയം മുതലാണ് യാമം കണക്കാക്കിയിരുന്നത്. ശ്രീ ഭഗവതി, ശ്രീജ്യേഷ്ഠ, പാർവതി, ദുർഗ, കാളി, സരസ്വതി എന്നിങ്ങനെ 6 യാമങ്ങളിലെ കർമ്മങ്ങളായാണ് നടത്തിയിരുന്നത്. 4 മണിക്കൂർ വീതമുള്ള 6 യാമങ്ങളാണിത്. ഈ ഒരു ദിവസത്തെ വിഭജിക്കപ്പെടുന്നത് രാവിലെ 6 മണിക്കാണ് ഉദയമെങ്കിൽ 6 മുതൽ 10 വരെ ശ്രീ ഭഗവതിയുടെ യാമം, 10 മുതൽ 2 വരെ ജ്യേഷ്ഠ ഭഗവതിയുടെ യാമം, 2 മുതൽ 6 വരെ പാർവതീയാമം, വൈകുന്നേരം 6 മുതൽ 10 വരെ ദുർഗായാമം, 10 മുതൽ 2 വരെ കാളിയാമം, 2 മുതൽ പുലർച്ചെ 6 വരെ സരസ്വതിയാമം. ഇങ്ങനെയാണ് യാമങ്ങളെ ക്രമീകരിച്ചിരുന്നത്. ഉദയത്തിന് വ്യത്യാസം വരികയാണെങ്കിൽ, അതായത് 6:30 ഉദയമാണെങ്കിൽ അതിനനുസരിച്ച് ഓരോ യാമത്തിനും ആ വ്യത്യാസം ഉണ്ടാകും. മീനമാസത്തിലെ അശ്വതി ഏകദേശം 6:30 ഉദയമുണ്ടാകുക. പണ്ടുണ്ടായിരുന്ന ഈ പൂജ ഭദ്രകാളിയാമത്തിൽ ആയിരുന്നു, രാത്രി 10:30 മുതൽ 2:30 വരെയുള്ള സമയത്ത്. എന്നാൽ ഇന്ന് കാണുന്നത് ഏകദേശം നട്ടുച്ചയ്ക്കാണ്. 1 മണിക്ക് നടയടച്ച് 4 മണിക്ക് തുറക്കുന്ന ഒരു സമ്പ്രദായത്തിലാണ് ഇന്ന് കാണുന്നത്. മലയാള വർഷം 1080 ഈ കാണുന്ന ക്രമത്തിലേക്ക് പൂജാവിധികൾ വന്നത്. 1080 ഭദ്രകാളിയാമത്തിലുള്ള അവസാനത്തെ പൂജ നടന്നത്. അശ്വതി പൂജയ്ക്ക് പ്രത്യേകം വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി അടികളായ കാരണവന്മാർ അതിന് തയ്യാറായിട്ട് വരുന്നു. അതിന് കുളിക്കാൻ പോകുന്നതിന് തലേ ദിവസം വലിയ തമ്പുരാനുമായി കൂടിക്കാഴ്ച നടത്തി ചർച്ച ചെയ്ത് ധാരണകൾ ഉണ്ടാക്കും. അതിനുശേഷം വലിയ തമ്പുരാൻ്റെ അനുവാദം വാങ്ങിയിട്ടാണ് കുളിക്കാൻ പോകുന്നത്. ഈ സമയത്ത് ഭക്തജനങ്ങൾക്കാർക്കും അമ്പലത്തിൽ പ്രവേശനം ഉണ്ടാവില്ല. എന്നാൽ പലപ്പോഴും ധാരാളം പേർ പല സമയത്ത് ക്ഷേത്രങ്ങളിൽ കയറിയിരുന്നു. ക്ഷേത്രത്തിൽ നടന്ന അഷ്ടമംഗല പ്രശ്നത്തിൽ ഭക്തരുടെ ഈ തള്ളിക്കയറ്റം തടയണമെന്ന് തെളിഞ്ഞതിനു ശേഷമാണ് ആളുകളെ അശ്വതി പൂജ സമയത്ത് നിയന്ത്രിച്ചു തുടങ്ങിയത്. അശ്വതി പൂജയ്ക്ക് 7.5 നാഴിക നീണ്ടു നിൽക്കുന്നതായിരിക്കും. ഈ പൂജയ്ക്ക് ശേഷമാണ് കാവു തീണ്ടൽ എന്ന മഹത്തായ ചടങ്ങ് നടക്കുന്നത്. അശ്വതി പൂജ കഴിഞ്ഞ് നടയടച്ചു കഴിഞ്ഞാൽ പിന്നെ ശ്രീകോവിലിനുള്ളിൽ ആരും തന്നെ ഉണ്ടാവില്ല. ഈ സമയം കൊടുങ്ങല്ലൂർ കോവിലകത്തുള്ള എല്ലാ ആളുകളും പരമ്പരാഗതമായിട്ടുള്ള വാള്, പരിച എന്നിവ ധരിച്ച് മുഖമണ്ഡപത്തിൽ കാവു നിൽക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. പണ്ട് യാഗങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് യാഗസംരക്ഷണത്തിനായി പടയാളികൾ നിന്നിരുന്നതിനെ അനുസ്മരിപ്പിക്കുന്നതാണ് ഈ ചടങ്ങ്. വിശ്വാമിത്രൻ്റെ യാഗരക്ഷയ്ക്ക് രാമലക്ഷ്മണന്മാർ ആയുധമേന്തിപ്പോയത് അറിവുള്ളതല്ലേ? പൂജയ്ക്ക് തടസ്സം വരാതെ നോക്കുന്നതാണ് ഈ ചടങ്ങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ഈ അശ്വതി പൂജ കഴിഞ്ഞതിന് ശേഷം ആരും ദേവിയെ തൊഴാൻ പാടില്ല. മുമ്പ് പരശുരാമൻ വിധിച്ച കൗളാചാരത്തിലായിരുന്നുവല്ലോ ക്ഷേത്ര പൂജാവിധാനങ്ങൾ ഉണ്ടായിരുന്നത്. രുരുജിത്ത് വിധാനത്തോടു കൂടിയുള്ള ക്ഷേത്രങ്ങളോടനുബന്ധിച്ച് ഒരു രഹസ്യമായിട്ടുള്ള ഗുഹാമാർഗം ഉണ്ടായിരിക്കും. പഞ്ചമകാല പൂജയിൽപ്പെട്ട ബലികർമ്മങ്ങൾ നടത്തിയിരുന്നത് ആ ഗുഹാമാർഗത്തിൽ വച്ചായിരുന്നു. ശങ്കരാചാര്യർ വന്ന് ബലികളൊക്കെ നിർത്തലാക്കി ആദ്യ പരാശക്തിയുടെ ചൈതന്യം തിരിച്ചറിഞ്ഞ് ശ്രീവിദ്യാക്രമത്തിലേക്ക് പൂജകളൊക്കെ ചിട്ടപ്പെടുത്തി. ക്ഷേത്രത്തിലെ ആരാധന എന്ന് പറയുമ്പോൾ അത് മിശ്രമായിട്ട് വരും. കാരണം സമയാചാരത്തിൽ പെട്ടിട്ടുള്ള ആരാധനയോടുള്ളതാണ് ബാഹ്യപൂജകളെല്ലാം. അത് വലിയ സാധനയാണ്. കൗളമാർഗത്തിലാണെങ്കിൽ അത് പ്രത്യക്ഷമായിട്ടുള്ള കാര്യത്തിലും കാണുന്നു. അപ്പോൾ ക്ഷേത്രങ്ങളിലെല്ലാം മിശ്രമായിട്ട് വരും. ഇത്തരത്തിലൊരു പൂജാവിധാനമാണ് കൊടുങ്ങല്ലൂർ അനുവർത്തിച്ചു വരുന്നത്. കാവ് തീണ്ടലിന് ശേഷം അടികൾമാരെല്ലാവരും പുറത്തു വന്ന് കിഴക്കേ നടയിൽ കാവലിരിക്കുന്ന വലിയ തമ്പുരാനെയും പരിവാരങ്ങളെയും കാണുന്നു. വലിയ തമ്പുരാൻ ഓരോരുത്തർക്കും അവകാശവടികൾ കൊടുക്കുന്നു. ഈ അവകാശവടികളുമായിട്ടാണ് കിഴക്കേ നടയിലുള്ള ചടങ്ങുകൾ നടക്കുന്ന ആൽത്തറവട്ടത്തിൽ നിലപാട് തറയിൽ വലിയ തമ്പുരാൻ ആ നിലപാട് തറയിൽ എഴുന്നള്ളിയിരുന്ന് പട്ടുകുട നിവർത്തി അനുവാദം നൽകുന്നു. കാവ് തീണ്ടലുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു ചടങ്ങാണിത്. ഐശ്വതി പൂജയ്ക്ക് നടയടച്ച സമയം നാനാദേശത്തു നിന്നും എത്തിയിട്ടുള്ള അവകാശികൾ ഓരോരുത്തരും അവരവരുടെ അവകാശത്തറയിൽ നിലകൊണ്ടിട്ടുണ്ടാകും. ഇതൊക്കെ അശ്വതി പൂജയ്ക്ക് തടസ്സം വരാതിരിക്കാനുള്ള ഒരു കരുതലിൻ്റെ ഭാഗമാണ്. ഈ പൂജയ്ക്കുള്ള പ്രാധാന്യമെന്ന് പറയുന്നത് സോമയാഗം, അതിരാത്രം തുടങ്ങിയ 100 യാഗങ്ങൾക്ക് തുല്യമാണ് ഒരു അശ്വതി പൂജ. അത്രയും ശ്രേഷ്ഠവും പവിത്രവുമായ ഒരു പൂജയാണിത്. വലിയ തമ്പുരാനും പരിവാരങ്ങളും അകത്ത് കോമരങ്ങളും പുറത്ത് കാവൽ നിൽക്കുന്നത് അശ്വതി പൂജയുടെ സംരക്ഷണത്തിനാണ്. പൂജ കഴിഞ്ഞ് വലിയ തമ്പുരാൻ പട്ടുകുട നിവർത്തി അനുവാദം നൽകുന്നു. ഓരോ നിലപാട് തറയിലുള്ളവർ അവരവരുടെ ഊഴമനുസരിച്ച് അമ്മേ ശരണം, ദേവി ശരണം എന്നുച്ചരിച്ച് ദേവീക്ഷേത്രത്തിന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കുന്നു. അവർ കയ്യിലുള്ള കുറുവടികൾ കൊണ്ട് ക്ഷേത്രത്തിൻ്റെ ചെമ്പോലയിൽ തട്ടുന്നു. അങ്ങനെ തുടരും ആ ചടങ്ങ്. അതങ്ങനെ തുടരും. എന്താണ് ഈ കാവ് തീണ്ടൽ, ക്ഷേത്രം തല്ലിപ്പൊളിക്കുന്ന ചടങ്ങ് എന്നൊക്കെ സംശയങ്ങൾ വരാം. സാധാരണ മറ്റു ക്ഷേത്രങ്ങളിൽ കാണുന്ന ഉത്സവ ഗ്രാമബലിയോടനുബന്ധിച്ച് നടക്കുന്ന ഒരു ചടങ്ങാണ് അശ്വതി പൂജ എന്ന് പറയുന്നത്. സാധാരണ ക്ഷേത്രങ്ങളിൽ ഉത്സവം കഴിഞ്ഞാൽ ദുഷ്ടശക്തികളെ ഒഴിവാക്കാൻ ഭഗവാൻ ആനപ്പുറത്ത് എഴുന്നള്ളി പുറത്തു വരുന്ന അതുപോലെയാണ് ഈ ചടങ്ങിൽ ചെമ്പോലയിൽ തട്ടുന്ന ശബ്ദങ്ങളും മറ്റും ദുഷ്ടശക്തികളെ ക്ഷേത്രത്തിൽ നിന്ന് പുറത്താക്കാനാണ്. പണ്ടൊക്കെ ക്ഷേത്രങ്ങളിൽ ആരാധന ചില വിഭാഗക്കാർക്ക് നിഷേധിക്കപ്പെട്ടിരുന്നുവെങ്കിലും ചില പ്രത്യേക ദിവസങ്ങളിൽ അവർക്ക് ക്ഷേത്രത്തിൽ പ്രവേശനം കൊടുക്കുന്നതിനാൽ അതുവരെ അടക്കി വെച്ച അമർഷത്തെ പുറത്തു കാണിക്കാനാണ് അവർ വടികൊണ്ട് അടിക്കുന്നതെന്നും തെറിപ്പാട്ടുകൾ പറയുന്നതും എന്നൊക്കെ ചില സംസാരങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു അടിച്ചമർത്തലിൻ്റെ കാര്യമല്ല. പക്ഷേ പല ക്ഷേത്രങ്ങളിലും ചില വിഭാഗക്കാർക്ക് പ്രവേശനം നിഷേധിച്ചപ്പോൾ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ പണ്ട് മുതൽക്കേ എല്ലാ വിഭാഗക്കാർക്കും പ്രവേശനമുണ്ടായിരുന്നു. മാത്രമല്ല ഈ വിഭാഗങ്ങൾക്ക് പണ്ട് മുതൽക്കേ ചില അവകാശങ്ങളുണ്ടായിരുന്നു. അത് ഇന്നും തുടരുന്നു. അതുകൊണ്ട് ഈ കാവ് തീണ്ടൽ ഒരു അമർഷം രേഖപ്പെടുത്തൽ ആണ് എന്ന് പറയാൻ പാടില്ലാത്തതാണ്. കാവ് തീണ്ടൽ എന്ന പദം തന്നെ തെറ്റാണ്. തീണ്ടൽ എന്നാൽ അശുദ്ധമാക്കുക എന്നാണ്. കാവ് പൂക കാവ് പൂകൽ എന്ന് വിശേഷിപ്പിക്കുന്നതാവും ഉത്തമം. എന്തുകൊണ്ടാണ് തെറിപ്പാട്ട് പാടുന്നത്? പണ്ട് കാലത്ത് അടിച്ചമർത്തപ്പെട്ട ഒരു വിഭാഗമുണ്ടായിരുന്നു എന്ന് പറഞ്ഞുവല്ലോ. അവരെല്ലാം കർഷകരായിരുന്നു. കൊടുങ്ങല്ലൂർ ഭരണിയോടനുബന്ധിച്ച് അവർക്കെല്ലാം അമ്മയെ ദർശിക്കാൻ അനുവാദമുണ്ടായിരുന്നു. ആ സമയത്ത് അവർക്ക് സ്വാതന്ത്ര്യം കിട്ടിയതുപോലെയാണ് എല്ലാം മറന്ന് അമ്മയെ ദർശിക്കാൻ വരുന്നത്. അവർ വരുന്ന വഴിക്ക് അമർഷം കാരണം തോന്നിയതൊക്കെ പറയുമായിരുന്നു. ഒരു ലോജിക്കിൽ ചിന്തിച്ചാൽ ചെറിയ കുട്ടികൾക്ക് ദേഷ്യം വന്നാൽ അവരുടെ സ്വാതന്ത്ര്യത്തെ തടഞ്ഞാൽ അവർ വായിൽ തോന്നിയതൊക്കെ അമ്മയോ അച്ഛനെയോ അല്ലെങ്കിൽ മുതിർന്നവരെയോ ഒക്കെ പറയും. എന്നാൽ അത് കേൾക്കുന്ന അവർക്ക് കോപമുണ്ടാകാറുണ്ടോ? ഇല്ല. അതുപോലെയാണ് അടിച്ചമർത്തപ്പെട്ടിരുന്ന ഈ വിഭാഗത്തിൻ്റെ പറച്ചിലും. അത് അമ്മയ്ക്ക് അപ്രിയമല്ല. അമ്മ അത് ആസ്വദിക്കുന്നു. അവരുടെ തെറിപറച്ചിൽ കറകളഞ്ഞ ഭക്തിയുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. അടിച്ചമർത്തപ്പെട്ട അവരുടെ വികാരങ്ങൾ അണപൊട്ടിയൊഴുകുമ്പോൾ സംഭവിച്ചു പോകുന്നതാണ് ഈ തെറിപ്പാട്ടുകൾ. ഒരു വിഭാഗത്തിൻ്റെ വിശ്വാസമായിട്ട് വേണം ഇതിനെ കാണേണ്ടത്.
പിന്നെ പലരും കുടിച്ചു കൂത്താടി വരുന്നുണ്ട്. അത് ആചാരക്രമത്തിലെ മുഖാർത്ഥം വ്യാഖ്യാനിച്ച് ചെയ്യുന്നതാണ്. അതിലെ ഗൂഢാർത്ഥം അവർ മനസ്സിലാക്കുന്നില്ല. പഞ്ചമകാരത്തിൽ പറയുന്നത്, അതായത് കൗളാചാരത്തിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാത്തവരാണ് അങ്ങനെ കുടിച്ചു കൂത്താടി വരുന്നത്. പഞ്ചമകാരത്തിൽ പറയുന്ന മത്സ്യം, മാംസ്യം, മദ്യം, മൈഥുനം, മുദ്ര എന്നീ 5 തരം മകാരങ്ങൾക്ക് വിശാലമായ അർത്ഥമാണുള്ളത്. ഇതിൽ പറയുന്ന മത്സ്യം യഥാർത്ഥ മീനല്ല, ഒരു സാധകൻ്റെ പിംഗള നാഡികളിൽ ഓടിക്കളിക്കുന്ന തരംഗമാണ് മത്സ്യം. അതായത് കുണ്ടലിനിയെ എന്ന ശക്തിയെ ഉണർത്തുന്ന വിദ്യ, അതിനെ സഹായിക്കുന്ന വിദ്യയാണ് മത്സ്യം എന്ന പ്രക്രിയ. മാംസ്യം എന്ന് പറയുന്നത് ഇന്ദ്രിയ നിഗ്രഹമാണ്. പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ഉണ്ടാകുന്ന കാമമോഹങ്ങളുടെ നിയന്ത്രണമാണത്. മദ്യം എന്നത് ഒരു ഔഷധമാണ്. ഔഷധ സസ്യങ്ങളിൽ നിന്നും വാറ്റിയെടുക്കുന്ന നീര്, അത് കുടം കണക്കിന് അല്ല കുടിക്കേണ്ടത്, കൈക്കുമ്പിളിൽ കൊള്ളുന്ന അളവിൽ മാത്രം. കുലാർണവം എന്ന ഗ്രന്ഥത്തിൽ ഇതിനെപ്പറ്റി വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. മുദ്രയെന്നാൽ മുളപ്പിച്ച ധാന്യങ്ങൾ എന്നാണ്. മൈഥുനം എന്നത് ഭോഗമല്ല, ശിവശക്തി പ്രഭാവത്തിൽ നിന്നുണ്ടാകുന്ന ഭക്തിരസം നുണയലാണ്. അതായത് മനസ്സിനെ ലയാവസ്ഥയിൽ എത്തിക്കുന്ന രീതിയാണ്. മറ്റു ക്ഷേത്രങ്ങളിൽ നമ്പൂതിരിമാരാണ് പൂജ നടത്തുന്നത്. പക്ഷേ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ പൂജകൾ നടത്തുന്നത് അടികൾമാരാണ്. ഈ അടികൾമാർ എങ്ങനെയാണ് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ പൂജാരിമാരായത്? അതിന് പറയുന്ന ഒരു ഐതിഹ്യം ഇപ്രകാരമാണ്. അടികൾ എന്ന പദത്തിനർത്ഥം പൂജനീയർ എന്നാണ്. വളരെ ബഹുമാനാർത്ഥം ഉപയോഗിക്കുന്ന സ്ഥാനപ്പേരാണ്. ശ്രീചക്ര പൂജകളിലും ശ്രീവിദ്യോപാസനയിലും ഉത്തുംഗതലത്തിൽ എത്തിയവരാണെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ദേവി ഉപാസനയിൽ ഒരു ഘട്ടം കഴിഞ്ഞാൽ ദേവതയും താനും ഒരേ അവസ്ഥയിൽ എത്തിയവരായിരുന്നു അടികൾമാരുടെ പൂർവികർ എന്നാണ് വിശ്വാസം. ഋഷിതുല്യ സാധകന്മാർ മുൻ തലമുറയിൽ ഉണ്ടായിരുന്നു. പാലക്കാട് ജില്ലയിലെ തൃത്താലയ്ക്കടുത്തുള്ള കൊടിക്കുന്നത്തുകാവാണ് അടികൾമാരുടെ മൂലസ്ഥാനമായി അറിയപ്പെടുന്നത്. യാഗപാരമ്പര്യമുള്ള മേഴത്തോൾ അഗ്നിഹോത്രിയുടെ പിൻതലമുറക്കാരാണ് ഇവർ. ഇവർക്ക് സിദ്ധിച്ച കഴിവും പൂജാവിധികളും പാരമ്പര്യമായി കൈമാറി വരികയാണ് ചെയ്യുന്നത്. പണ്ട് അഗ്നിഹോത്രിയുടെ കാലത്ത് തമിഴകത്ത് കാവേരി നദിയിൽ ഒരു ചുഴലി പ്രത്യക്ഷമായി. അവിടെ വെച്ച് കാവേരിയിലെ ഒഴുക്ക് തടസ്സപ്പെടുകയും ജലം ചുഴിയിലൂടെ അപ്രത്യക്ഷമാവുകയും തമിഴകത്ത് വരൾച്ച അനുഭവപ്പെടുകയും ചെയ്തു. അപ്പോൾ നദിക്കരയിലുണ്ടായിരുന്ന ഒരു ബ്രാഹ്മണ മഠത്തിലെ ഒരു യുവതി ഉറഞ്ഞു തുള്ളി പറഞ്ഞു, മലയാളം നാട്ടിലെ ശുഖപുരത്തെ മേഴത്തൂൾ അഗ്നിഹോത്രികൾക്ക് ഇതിന് പരിഹാരം കാണാൻ കഴിയൂ എന്ന്. മധുര രാജാവ് ഈ വിവരം അറിഞ്ഞു. പ്രത്യേക ക്ഷണപ്രകാരം അദ്ദേഹം അഗ്നിഹോത്രിയെ വരുത്തി. അദ്ദേഹം പരിഹാരാർത്ഥം കാവേരി നദിയിലെ ചുഴിയിൽ മുങ്ങി. 3 ദിവസം അദ്ദേഹം ആ വെള്ളത്തിൽ മുങ്ങിക്കിടന്നു. 3-ാം ദിവസം പൊങ്ങി വന്നപ്പോൾ കയ്യിൽ സ്വർണം, വെള്ളി, ചെമ്പ് എന്നിവയിൽ തീർത്ത 3 ശൂലങ്ങൾ ഉണ്ടായിരുന്നു. അത് ഒരു ഗന്ധർവൻ്റെ ശൂലങ്ങളായിരുന്നു. ശൂലം പുറത്തെടുത്ത് കഴിഞ്ഞപ്പോൾ നദി പൂർവ്വസ്ഥിതിയിലായി ഒഴുക്കും തുടങ്ങി. അഗ്നിഹോത്രി വെള്ളത്തിലായിരുന്ന 3 ദിവസവും ആ ബ്രാഹ്മണ യുവതി പ്രാർത്ഥനയോടെ നദിക്കരയിൽ നിന്നിരുന്നു. നാട്ടിലേക്ക് മടങ്ങിയ അഗ്നിഹോത്രി ആ യുവതിയെയും കൂട്ടി. അദ്ദേഹം അവളെ 3-ാം വേളിയായി വിവാഹം കഴിച്ചു. കടമ്പൂരില്ലം അഥവാ വോമഞ്ചേരി ഇല്ലത്താണ് അദ്ദേഹം അവരെ കുടിയിരുത്തിയത്. കൊണ്ടുവന്ന ശൂലങ്ങളിൽ സ്വർണത്തിൻ്റേത് സ്വന്തം ഇല്ലത്തും, വെള്ളിയുടേത് യജ്ഞേശ്വരത്വം, ചെമ്പിലുള്ളത് കൊടിക്കുന്നത്ത് ഭഗവതി ക്ഷേത്രത്തിലും പ്രതിഷ്ഠിച്ചു. അഗ്നിഹോത്രിയുടെ 3-ാം ഭാര്യയായ തമിഴ് സ്ത്രീ പൂജാതി കർമ്മങ്ങളിൽ അഗ്നിഹോത്രിയെ സദാ സഹായിച്ചിരുന്നു. അതിനാൽ അദ്ദേഹത്തിന് അവളോട് പ്രത്യേക സ്നേഹം തോന്നി. അവരിൽ അഗ്നിഹോത്രിക്കുണ്ടായ സന്താനങ്ങളോടും വലിയ ഇഷ്ടമായിരുന്നു. അതിനാൽ മറ്റാർക്കും ഉപദേശിച്ചു കൊടുക്കാത്ത തന്ത്രവിദ്യകളെല്ലാം ആ തമിഴ് സ്ത്രീയുടെ സന്താനങ്ങൾക്ക് അദ്ദേഹം ഉപദേശിച്ചു കൊടുത്തു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ തമിഴ് സ്ത്രീയുടെ കുട്ടിയെയും ഇല്ലത്തെ മറ്റൊരു കുട്ടിയെയും നമ്പൂതിരി കൊടുക്കുന്നത്ത് ഭഗവതി ക്ഷേത്രത്തിലെ പൂജ നടത്താൻ പറഞ്ഞയച്ചു. ക്ഷേത്രത്തിലെത്തിയ അവർ കർമ്മങ്ങൾ തുടങ്ങിയപ്പോൾ അഗ്നിഹോത്രി സ്ഥാപിച്ച ചെമ്പ് ശൂലം വിറയ്ക്കാൻ തുടങ്ങി. ആദ്യ ഭാര്യയിലെ ഉണ്ണി പഠിച്ച പടി 18 നോക്കിയിട്ടും ശൂലത്തെ ശാന്തമാക്കാൻ കഴിഞ്ഞില്ല. ഒടുവിൽ തമിഴ് യുവതിയുടെ മകൻ മന്ത്രം ജപിച്ച് ഇളനീരൊഴിച്ച് തളിച്ചപ്പോൾ ശൂലം ശാന്തമായി. പിന്നീട് ഈ വിവരം ഇല്ലത്തെ കുട്ടി അഗ്നിഹോത്രിയോട്
പറഞ്ഞു. അപ്പോൾ തമിഴ് യുവതിയുടെ മകനോട് അദ്ദേഹം പറഞ്ഞു, ഇനി മുതൽ കൊടുക്കുന്നത്ത് തന്നെ താമസിച്ചു കൊള്ളണം. പൂജാതി കാര്യങ്ങൾ ചെയ്തു കൊള്ളാനും ബഹുമാനാർത്ഥം നിങ്ങൾ അടികൾ എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്യുമെന്ന് അദ്ദേഹത്തിൽ പറഞ്ഞു. പിന്നീടുള്ള വംശ പരമ്പരകൾ അടികൾ എന്ന പേരിൽ അറിയപ്പെടുകയും മേൽപ്പാട്, നടുവിലെപ്പാട്, കീഴേപ്പാട് എന്നീ മഠങ്ങൾ ഉരുത്തിരിയുകയും ചെയ്തു. ഉപനയന സംസ്കാരങ്ങളും സമാവർത്തവുമൊക്കെ ഇവർക്കുമുണ്ട്. തോട്ടപ്പള്ളി മഠത്തിന് കൊടുങ്ങല്ലൂരെ ക്ഷേത്രവുമായി അവകാശമില്ല. പണ്ട് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ പൂജാതി കാര്യങ്ങൾക്കായി 41 ഇല്ലക്കാർ ഉണ്ടായിരുന്നത്രേ. ഒരിക്കൽ ദേവി ഉപാസകനായ ഒരു പരദേശി ബ്രാഹ്മണൻ കൊടുങ്ങല്ലൂരെത്തിയപ്പോൾ നേരം ഇരുട്ടി. അദ്ദേഹം സന്ധ്യാവന്ദനം കഴിക്കുന്നതിന് അന്നു രാത്രി വിശ്രമിക്കുന്നതിനും ഓരോ ഇല്ലത്ത് സമീപിച്ചപ്പോഴും 41 ഇല്ലക്കാരും അങ്ങേ ഇല്ലത്ത് പൊയ്ക്കൊള്ളാൻ പറഞ്ഞ് അദ്ദേഹത്തെ അകറ്റിവിട്ടു. 41ാമത്തെ ഇല്ലക്കാരൻ പറഞ്ഞ അങ്ങേ ഇല്ലം ദേവീക്ഷേത്രമായിരുന്നു. അവിടെ ചെന്നപ്പോഴാകട്ടെ ദേവി കുത്തുവിളക്ക് പിടിച്ച് വാരസ്യായരുടെ വേഷത്തിൽ പ്രത്യക്ഷപ്പെട്ട് വിവരങ്ങൾ ആരായുകയും അദ്ദേഹത്തിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും ചെയ്തു. തൻ്റെ ഉപാസകനെ പരിഹസിച്ച ആ 41 ഇല്ലക്കാരെയും കോപത്താൽ ദേവി ചുട്ടുകരിച്ചു. പിന്നെ ക്ഷേത്രത്തിലെ നിത്യപൂജകൾക്ക് പോലും ആളില്ലാതായി. ദേവിയുടെ സഹോദരിയായ കൊടിക്കുന്നത്ത് ഭഗവതി ക്ഷേത്രത്തിലെ ശാന്തിക്കാരായ അടികൾമാരെ കൊണ്ടുവന്ന് പൂജാതി കാര്യങ്ങൾക്ക് ഉപയോഗിച്ചുവെന്നാണ് ഐതിഹ്യം. ദേവി ചൈതന്യം വെളിവാക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ കൊടുങ്ങല്ലൂരിലെ ഒന്നുകുറെ 1000 യോഗം അഥവാ ഓക്കെ യോഗം ഇവയെക്കുറിച്ചും ഒക്കെ പറയാൻ ഇനിയും ഒരുപാട് സമയം ആവശ്യമാണ്. ഈ വിവരണം ഒരുപാട് നീണ്ടുപോയതിനാൽ തൽക്കാലം ചുരുക്കുന്നു. വിവരണത്തിൽ എന്തെങ്കിലും പാകപ്പിഴ വന്നു പോയിട്ടുണ്ടെങ്കിൽ സദയം ഭക്തർ ക്ഷമിക്കുക.